الحمد لله على توفيقه وإحسانه والشكر له على فضله وامتنانه وأشهد أن لا إله إلا الله وحده لا شريك له تعظيما لشأنه والصلاة والسلام على نبينا محمد وآله وصحبه وإخوانه وبعد. സഹോദരന്മാരെ, സഹോദരികളെ, ആദരവിട്ട നമ്മുടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പെരുമാറിയിരുന്ന തിരുമാതൃകകളാണ് നമ്മൾ ഇവിടെ ആഴ്ചകളായി പഠിക്കുന്നത്. ഏറെ ദയാലുവും ലോലഹൃദയനും കരുണാമയനുമായിരുന്നു നമ്മുടെ ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് വേദങ്ങളിൽ വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശേഷണങ്ങളായി വായിക്കപ്പെട്ടതാണ്. അബ്ദുള്ള ഇബ്നു അംർ ഇബ്നുൽ ആസ് പൂർവ്വവേദങ്ങളെ അനുസ്മരിച്ച് നബിയുടെ വിശേഷണങ്ങളെ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ ലൈസ ബി ഫദ്ദിൻ വല ഗലീദിൻ വല സഖാബിൻ ഫിൽ അസ്വാഖി വല യുജ്സിഉ ബിസ്സയ്യിഅതി സയ്യിഅ വലാകിൻ യഅഫു വയസ്ഫഹ്. ഇങ്ങനെയൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഗുണഗണങ്ങളെ എണ്ണുന്നത്. വലൈസ ബി ഫദ്ദിൻ, ഒരു കടുത്ത ഭാഷയല്ല. വല ഗലീദിൻ, കഠിന ഹൃദയനല്ല. വല സഖാബിൻ ഫിൽ അസ്വാഖ്, അങ്ങാടികളിൽ ബഹളം വെച്ച് ഒച്ചപ്പാടുണ്ടാക്കി ശബ്ദകോലാഹലം സൃഷ്ടിക്കുന്നവനല്ല. വല യുജ്സിഉ ബിസ്സയ്യിഅതി സയ്യിഅ, തിന്മക്ക് തിന്മ കൊണ്ട് പകരം ചോദിക്കുന്നവനല്ല. വലാകിൻ യഅഫു വയസ്ഫഹ്, മാപ്പ് ഏകി വിട്ടുവീഴ്ച കനിഞ്ഞ് വർത്തിക്കുന്ന നബിയാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശേഷണങ്ങൾ വേദങ്ങൾ പരതി അതിൽ നിന്ന് അദ്ദേഹം വായിച്ചെടുക്കുകയുണ്ടായത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹ് ലിൻത ലഹും വലൗ കുൻത ഫദ്ദൻ ഗലീദൽ ഖൽബ് ലം ഫദ്ദു മിൻ ഹൗലിക്. അല്ലാഹുവിൻ്റെ റഹ്മത്തിനാൽ നിങ്ങൾ ആളുകളോട് മൃദുലമായി സൗമ്യമായി വർത്തിച്ചു. നിങ്ങൾ കഠിനഭാഷിയും കടുത്ത ഹൃദയവുമുള്ളവനുമായിരുന്നുവെങ്കിൽ ആളുകൾ നിങ്ങളിൽ നിന്ന് അകന്ന് അന്യം നിന്ന് പോകുമായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ കുറ്റകൃത്യങ്ങളിൽ അകപ്പെട്ടവർ, കുറ്റം ചെയ്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപിച്ചവർ, അന്ന് തിരുനബി ഇവിടെ ജീവിച്ചിരുന്ന നാളുകളിൽ കുറ്റകൃത്യങ്ങൾ ചെയ്തവർ തിരുനബിയുടെ അടുക്കൽ വന്ന് അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കുവാൻ, അവർക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിനോട് തേടുവാൻ ആശിക്കുകയും അങ്ങനെ അനുവർത്തിക്കുകയും ചെയ്യുമായിരുന്നു. അതുകൊണ്ടാണ് വലൗ അന്നഹും ളമു അൻഫുസഹും ജാഊക്, സ്വന്തങ്ങളോട് അന്യായം ചെയ്തവർ താങ്കളുടെ അടുക്കൽ വരികയായാൽ എന്ന് പറഞ്ഞ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ അവരുടെ വിഷയം പറയുന്നത്. അതെന്തിനു വേണ്ടിയാണ്? ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂൽ, അവർ അള്ളാഹുവിനോട് തങ്ങളുടെ തെറ്റുകൾക്ക് കുറ്റങ്ങൾക്ക് പൊറുക്കലിനെ തേടണം. അവർക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ റസൂൽ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടണം, പാപം മായിക്കുവാൻ മാപ്പാക്കാൻ ഇരക്കണം. അതിനു വേണ്ടിയാണ് ഈ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തെറ്റുകുറ്റങ്ങൾ പറഞ്ഞ് സമീപിക്കുമ്പോൾ ആ കുറ്റവാളികളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപനം എന്തായിരുന്നു? അതും വിട്ടുവീഴ്ചയുടെയും മാപ്പിൻ്റെയും അനുകമ്പയുടെയും, അതേപോലെ അവർ പാപ
മുക്തമായ ഒരു ജീവിതം തങ്ങളുടെ നാളുകളിൽ നയിക്കണം. അതിനാൽ അവരുടെ തെറ്റ് തിരുത്തപ്പെടുവാനുള്ള പെരുമാറ്റങ്ങളും നിർദ്ദേശങ്ങളും ഇതൊക്കെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പക്ഷത്തു നിന്ന്. ചരിത്രം, അതിൻ്റെ കഥകൾ നമ്മളോട് പറഞ്ഞാൽ നമ്മൾ ധാരാളം അതിൽ വായിക്കും. ഒരിക്കൽ അബൂ ഉമാമ സുദയ്യ് ഇബ്നു അജ്ലാൻ അൽ ബാഹിലി താൻ സാക്ഷിയായ ശ്രോതാവായ ഒരു സംഭവം ഉദ്ധരിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കാരത്തിന് ഇരിക്കുകയാണ്. അപ്പോൾ ഒരു വ്യക്തി കടന്നു വന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അയാൾ പറയുന്നത്, യാ റസൂലല്ലാഹ് ഇന്നി അഖംതു ഹദ്ദൻ ഫഅഖിം അലൈ എന്നാണ്. ശിക്ഷാർഹമായ ഒരു തെറ്റ് ഞാൻ ചെയ്തു, അതുകൊണ്ട് അതിനുള്ള ശിക്ഷ എനിക്ക് നടപ്പിലാക്കണം എന്നാണ്. അയാളത് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കേൾക്കാത്ത കാണാത്ത ഭാവം നടിച്ചു. അയാൾ വീണ്ടും പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇന്നി അഖംതു ഹദ്ദൻ ഫഅഖിം അലൈ. ആ ഉടനെ ഇഖാമത്ത് വിളിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാൾ കേൾക്കാത്ത കാണാത്ത മട്ടിൽ ഇഖാമത്ത് വിളിച്ചപ്പോൾ നിസ്കരിക്കാൻ നിന്നു. സല കഴിഞ്ഞ ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടം വിട്ടു, എഴുന്നേറ്റു. അബൂ ഉമാമ പറയാണ്, ഈ വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എഴുന്നേറ്റ് പോയ ഉടനെ നബിയുടെ പിന്നാലെ കൂടി. ഞാൻ അയാളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് പ്രതികരിക്കുന്നു എന്നറിയാൻ ഞാനും അവരുടെ പിന്നാലെ കൂടി. അപ്പോൾ അയാൾ വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നത്, യാ റസൂലല്ലാഹ് ഇന്നി അഖംതു ഹദ്ദൻ ഫഅഖിം അലയ്യ. ഞാൻ തെറ്റ് ചെയ്തു ശിക്ഷാർഹമായത്, അതുകൊണ്ട് അതിൻ്റെ ശിക്ഷ എന്നിൽ നടപ്പിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അപ്പം അയാളോട് പറയാണ്, അബൂ ഉമാമ പറയാണ്, അലൈസ അറഅയ്ത ഖദ് ഖറജ്ത മിൻ ബൈതിക അലൈസ ഖദ് തവദ്ദഅത ഫഅഹ്സൻതൽ വുദു. നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ നിങ്ങൾ നന്നായി വുദു ചെയ്തില്ലേ? അയാൾ പറഞ്ഞു, ബല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത ചോദ്യം, അശഹിദ്ത മഅന സ്സല, താങ്കൾ ഞങ്ങളുടെ കൂടെ ഈ നിസ്കാരത്തിൽ പങ്കെടുത്തില്ലേ? അയാൾ അപ്പോഴും അതെ എന്ന് പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖദ് ഗഫറല്ലാഹു ലക ദംബക്. ചില റിപ്പോർട്ടുകളിൽ ഖദ് ഗഫറല്ലാഹു ലക ഹദ്ദക്, നിങ്ങളുടെ പാപം അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് പുറത്തിരിക്കുന്നു. അയാളോട് പോകാൻ പറഞ്ഞു. ഇവിടെ ആ വ്യക്തി ഞാനൊരു ശിക്ഷാർഹമായ കുറ്റം ചെയ്തു, ഞാനൊരു തെറ്റ് ഹദ്ദ് ചെയ്തു ഫഅഖിം അലയ്യ എന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താണ് ആ ശിക്ഷാർഹമായ കുറ്റമെന്ന് ചികഞ്ഞില്ല. അതിനെന്ത് ശിക്ഷ നിനക്ക് വേണമെന്നുള്ളത് ചികഞ്ഞില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാൾ അങ്ങനെ വിട്ടു. അയാൾ ആവർത്തിച്ച് പിന്നാലെ കൂടി ഇത് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാളോട് പ്രതികരിച്ച് പറഞ്ഞത്, നിങ്ങൾ വുദു ചെയ്തില്ലേ? നന്നായി വുദു ചെയ്തില്ലേ? ഞങ്ങളുടെ കൂടെ നിസ്കാരത്തിൽ പങ്കെടുത്തില്ലേ? അതൊക്കെ അയാളുടെ തൗബയുടെ ഭാഗമാണ്. അയാൾ നന്നായി പശ്ചാത്തപിച്ചു, മനസ്താപമുള്ളവനായി എന്നതിൻ്റെ ഭാഗമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വന്ന് അയാൾ ഇങ്ങനെ ഇത് പറയാൻ അയാൾക്ക് പ്രേരകമായത് അയാളുടെ മനസ്താപമാണ്. അതുകൊണ്ട് തന്നെ അത് അയാളുടേത് പൊറുക്കാൻ പര്യാപ്തമാണെന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹു നിങ്ങൾക്ക് പുറത്തിരിക്കുന്നു, പൊയ്ക്കോളൂ എന്ന് പറഞ്ഞ് വിടുകയാണ് ചെയ്തത്. ഒരു കുറ്റകൃത്യം ചെയ്ത് അതിൽ മനസ്താപമുള്ളവനായി പശ്ചാത്താപബോധമുള്ളവനായി അടുത്തവനെ നമ്മുടെ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്തു എന്ന് നമ്മളിവിടെ വായിക്കുകയാണ്. അബുൽ യസർ കഅബ് ബിൻ അംർ റളിയല്ലാഹു തആല അൻഹു ഈത്തപ്പഴ കച്ചവടം നടത്തുന്ന സഹാബിയായിരുന്നു. ഈ അബുൽ യസർ കഅബ് ബിൻ അംർ ഒരിക്കൽ കച്ചവട സാധനങ്ങൾ വെക്കാൻ വെച്ചപ്പോൾ ഒരു മഹദി കച്ചവടം കൊള്ളാൻ വേണ്ടി വന്നു. അത്തത് ഇംറഅത്തുൻ അൻ തബ്തഅ മിൻഹു തംറൻ. അപ്പോൾ അബുൽ യസർ ആ മഹദിയെ കണ്ടപ്പോൾ പറഞ്ഞു, ഇന്ന ഫി ദാഖിൽ ബൈതി തംറൻ അത്യബ മിൻ, ഇതിനേക്കാൾ നല്ല കാരക്ക വീട്ടിനകത്തുണ്ട്. അങ്ങനെ ആ കാരക്ക കാണാൻ ഈ മഹദി വീട്ടിനകത്തേക്ക് പ്രവേശിച്ചു അബുൽ യസറിൻ്റെ കൂടെ. അബുൽ യസർ പറയുകയാണ്, ഫഅഹ്വൈതു ഇലൈഹ ഫഖബ്ബൽതുഹ, വീട്ടിനകത്ത് കയറി അവരെ ഞാൻ ആശ്ലേഷിച്ചു, ഞാൻ അവളെ ചുംബിച്ചു. നിശ്ചയസഹജമായിട്ടുണ്ടാകുന്ന ഒരു ദുർബല നിമിഷം അത് അബുൽ യസറിൽ സംഭവിച്ചു. പക്ഷേ അദ്ദേഹം പെട്ടെന്ന് തൻ്റെ തെറ്റ് മനസ്സിലാക്കിയതാണ്. അദ്ദേഹത്തിന് ഒരിക്കലും ക്ഷമിക്കാനായില്ല. വന്നുപോയ വീഴ്ചയിൽ അദ്ദേഹം ഉടനെ പുറത്തേക്ക് ഇറങ്ങി ഓടി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലയുടെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, അബൂബക്കർ, എന്നിൽ നിന്ന് ഇങ്ങനെ ഒരു അപരാധം വന്നു. അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു തആല പറഞ്ഞു, ഉസ്തുർ അലാ നഫ്സിക്,
തുബ് വലാ തുഖ്ബിർ അഹദൻ വലാ തദ്കുർ അഹദൻ. അത് നിങ്ങളുടെ ഒരു സ്വകാര്യതയിൽ സംഭവിച്ചതാണ്, ആരോടും പറയണ്ട. തുബ്, അള്ളാഹുവിലേക്ക് തൗബ ചെയ്യും. അബുൽ യസർ പറയാണ്, എനിക്ക് ക്ഷമിക്കാനായില്ല. അങ്ങനെ അദ്ദേഹം ഉമറിൻ്റെ അടുക്കലേക്ക് ഓടി. എന്നിട്ട് ഉമറിനോട് പറഞ്ഞു, ഉമർ, എന്നിൽ നിന്ന് ഇങ്ങനെ ഒരു അപരാധം വന്നു. അപ്പോൾ ഉമറും ഇതേപോലെ, ഉസ്തുർ അലാ നഫ്സിക് തുബ് വലാ തുഖ്ബിർ അഹദൻ, തൗബ ചെയ്യും, ആരോടും പറയല്ലേ. അദ്ദേഹം പറയുന്നു, ഫലം അസ്ബിർ, എനിക്ക് ക്ഷമിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സവിധത്തിൽ ചെന്നു. എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അദ്ദേഹം പറയുകയാണ്, റസൂലെ, ഞാൻ ലസിംതുഹ അനഖ്തുഹ ഖബ്ബൽതുഹ ഗൈറ അന്നി ലം മുജാമിഅഹ, ഞാൻ അവരെ ആശ്ലേഷിച്ചു, അണച്ചുകൂട്ടി, ചുംബിച്ചു, പക്ഷെ ഞാൻ ഒരിക്കലും ലൈംഗികമായി പ്രാപിച്ചിട്ടില്ല, എന്നിൽ നിന്നൊരു അപരാധം വന്നു എന്ന് ഇദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വേവത് പൂണ്ട് മനപ്രയാസത്തിൽ തൻ്റെ വീഴ്ച അത് പറയുകയാണ്. ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹം അത് പറയുന്നത് കേട്ടപ്പോൾ ഫഅതറഖ തവീലൻ, ദീർഘനേരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്രശിരസ്കനായിരുന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ അബുൽ യസർ കഅബ് ബിൻ അംർ എന്നവരോട് പറഞ്ഞത് വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്താണ്. സൂറത്ത് ഹൂദിലെ വഅഖിമിസ് സ്വലാത്ത തറഫൈൻ നഹാർ വസുലഫൻ മിനൽ ലൈൽ ഇന്നൽ ഹസനാതി യുദ്ഹിബുനസ് സയ്യിആത്ത് ദാലിക ദിക്റ ലിദ്ദാകിരീൻ. ഈ ആയത്ത് വഅഖിമിസ് സ്വലാത്ത തറഫൈൻ നഹാർ, പകലിൻ്റെ രണ്ടറ്റങ്ങളിൽ, അതേപോലെ വസുലഫൻ മിനൽ ലൈൽ, രാവിൻ്റെ തുടക്കയാമങ്ങളിൽ, എന്ന് പറഞ്ഞാൽ 5 വക്ത് നിസ്കാരം കൃത്യമാക്ക്, യഥാവിധം നിസ്കരിക്ക്. ഇന്നൽ ഹസനാത്ത് യുദ്ഹിബുനസ് സയ്യിആത്ത്, നന്മകൾ അത് തിന്മകളെ പോക്കിക്കളയും, തിന്മകൾക്ക് പ്രായശ്ചിത്തമാകും. ദാലിക ദിക്റ ലിദ്ദാകിരീൻ, ഉത്ബുദ്ധരാകുന്നവർക്ക് ഉത്ബോധനമാകുന്നു ഈ പറഞ്ഞത് എന്ന അർത്ഥത്തിലുള്ള ആയത്ത് ഓതി കൊടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തെ ഇങ്ങനെയാണ് ട്രീറ്റ് ചെയ്തത്. അദ്ദേഹം ഒരിക്കലും ഒരു തെറ്റിൽ ഷടിച്ചവനോ തെറ്റിൽ അമാന്തിച്ചവനോ അല്ല. പിന്നെയും അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് അബദ്ധവശ വന്ന ഒരു അവിവേകം, അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് എത്ര മാന്യമായി, പിന്നെ അദ്ദേഹത്തിന് തൻ്റെ തെറ്റാണ്, അത് തിരുത്തപ്പെടണം, തൻ്റേത് പാപമാണ്, അത് കഴുകപ്പെടണം, അതിന് എന്ത് ചെയ്യണം എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ നിർദ്ദേശിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. ഇതുപോലെ തിരുചരിത്രത്തിൽ നമ്മൾ കുറേ കഥകൾ വായിക്കും, കുറേ സംഭവങ്ങൾ വായിക്കും.